പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് രാഷ്ട്രീയ കേരളത്തിന് മാതൃകയായ ഒരു പ്രധാനപ്പെട്ട വാർത്ത അച്ചടി മാധ്യമമായ മലയാള മനോരമയിൽ വന്നിട്ടുണ്ട്. മലയാള മനോരമയുടെ എഡിറ്റോറിയൽ പേജിൽ തിരുവനന്തപുരത്തു നിന്നുള്ള മലയാള മനോരമയുടെ പത്രാധിപ സമിതി കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനുമായി നടത്തിയ ഒരു അഭിമുഖമുണ്ട്. അതിൽ അദ്ദേഹം നിരവധി കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ 2011 അദ്ദേഹം മന്ത്രിയാകുമെന്ന് എല്ലാവരും കരുതിയിരുന്നതായും ഉമ്മൻചാണ്ടി തന്നെ അദ്ദേഹത്തെ വിളിച്ച് മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഏത് വകുപ്പാണ് താല്പര്യമെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം അത് നേതൃത്വം തീരുമാനിച്ചാൽ മതി, അങ്ങനെ ഒരു പ്രത്യേക വകുപ്പ് അദ്ദേഹം ആവശ്യപ്പെട്ടില്ല. പിന്നീട് വൈകുന്നേരം ഒഫീഷ്യൽ ഡിക്ലറേഷൻ വരുന്നതിന് മുമ്പ് അന്നേ ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു വെൽവിഷർ അദ്ദേഹത്തെ വിളിച്ച് നിങ്ങൾ അന്തിമ ലിസ്റ്റിലുള്ള മന്ത്രിയാകുന്നവരുടെ കൂട്ടത്തിലില്ല എന്നറിയിച്ചു. പിന്നീട് അദ്ദേഹം പറയുന്നത് ഉമ്മൻചാണ്ടി ബാംഗ്ലൂരിൽ ചികിത്സയിലായിരുന്ന സമയത്ത് ഉമ്മൻചാണ്ടിയെ പോയി കണ്ടപ്പോൾ എന്തുകൊണ്ടാണ് മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ കഴിയാതെ പോയത് എന്ന് ഉമ്മൻചാണ്ടി വിശദീകരിച്ചു. അത് കുഴപ്പമില്ല, ഒരുപക്ഷെ ഉമ്മൻചാണ്ടിയുടെ രോഗാവസ്ഥയിലൊക്കെ ആയിരുന്നതുകൊണ്ട് രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടെന്ന് കരുതിയായിരിക്കാം വി.ഡി. സതീശൻ അങ്ങനെ പറഞ്ഞത്. വളരെ വിശദമായി നമ്മൾ വായിക്കേണ്ട ഒരു അഭിമുഖമാണ് മലയാള മനോരമ പത്രത്തിന് വി.ഡി. സതീശന് അനുവദിച്ച ആ അഭിമുഖം. ഞാനതിൽ കണ്ടിട്ടുള്ള ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, മാതൃകാപരമായ കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹം പറയുന്നു, ഞങ്ങൾക്ക് ശേഷം ഇവിടെ വലിയ കഴിവുള്ള ഒരു യുവതലമുറ രാഷ്ട്രീയ രംഗത്ത് ഞങ്ങളുടെ പാർട്ടിയിൽ സജീവമായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്കൊക്കെ അവസരങ്ങൾ നൽകണം. ഞാൻ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുന്നു, അല്ലെങ്കിൽ പാർലമെൻ്ററി പാർട്ടി പ്രവർത്തനങ്ങളിൽ നിന്ന് പാർലമെൻ്ററി രാഷ്ട്രീയം എന്നുള്ളതായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത്. എന്തായാലും രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. യുവാക്കൾക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ UDF രാഷ്ട്രീയത്തെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത്, ഒരാൾ മന്ത്രിയോ MLA യോ ഒക്കെ ആവുകയാണെങ്കിൽ പിന്നീട് കുറേ കാലം അയാൾക്ക് തന്നെ തുടർച്ചയായി അവസരങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ TM ജേക്കബ്, ബാലകൃഷ്ണപിള്ള, KM മാണി, PJ ജോസഫ്, ഇങ്ങനെ നിരവധി പേരിങ്ങനെ തുടർച്ചയായി അവർക്ക് തന്നെ അവസരങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കും. പലപ്പോഴും ഈ UDF രാഷ്ട്രീയത്തിനകത്ത് നമുക്ക് മക്കൾ രാഷ്ട്രീയം എന്ന് പറയുന്നതും, അത് ബോധപൂർവമോ അല്ലാതെയോ അതിനും വലിയ ഒരു മക്കൾ ജനപ്രതിനിധികളായി വരുന്നതും കാണാൻ കഴിയും. ഈ കാര്യത്തിൽ CPI ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പാർട്ടികളാണ് മാതൃക. അപ്പോൾ നമ്മൾ നോക്കൂ, 1996 CPIയുടെ ഭാഗമായി മന്ത്രിസഭയിൽ അന്നുണ്ടായിരുന്നത് എൻ്റെ ഓർമ്മയിൽ ചന്ദ്രശേഖരൻ നായർ, രാജേന്ദ്രൻ, ഇങ്ങനെ കുറച്ച് ആൾക്കാരായിരുന്നു. അതായത് CPMൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു രാജേന്ദ്രൻ എന്നു പേരുള്ള ഒരു സഖാവ് ഉണ്ടായിരുന്നു അന്ന് മന്ത്രിസഭയിൽ. പിന്നീട് KE ഇസ്മായിൽ ഉൾപ്പെടെയുള്ള ഒരു ടീം, അതെനിക്ക് തോന്നുന്നു 96 തന്നെയാണ് KE ഇസ്മായിലൊക്കെ ഉണ്ടായത്. പിന്നീട് 2006 ടീമിലാണ് നമ്മുടെ C. ദിവാകരൻ ഉൾപ്പെടെയുള്ള CPIയുടെ മന്ത്രിമാരുണ്ടായിരുന്നു. VS സുനിൽകുമാർ ഇപ്പോൾ ഈ 2016 വന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 96 2006 2016 ഒക്കെ CPIയുടെ ഭാഗമായി മന്ത്രിസഭയിൽ വന്ന ആളുകൾ പിന്നീട് മന്ത്രിസഭയിൽ വന്നിട്ടില്ല. അതുപോലെ 2021 വന്നിട്ടില്ല. അപ്പോൾ ഒരാൾ എല്ലാ കാലത്തും ഒരേ മണ്ഡലത്തിൽ നിന്ന് തന്നെ മത്സരിക്കുക, അയാൾ തന്നെ എന്നും മന്ത്രിയാവുക, ചിലപ്പോൾ ഇപ്പോൾ നോക്കൂ, നമുക്കറിയാം ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്തരം വിമർശനങ്ങൾ അത്തരം വിമർശനങ്ങൾ ഉയരാറുമുണ്ട്. അതായത് വലിയ രീതിയിൽ രോഗം ബാധിച്ച ആളുകൾ തന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. അപ്പോൾ ഏറെക്കുറെ, അങ്ങനെ പറയാമോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഏറെക്കുറെ ഓൾമോസ്റ്റ് സെർട്ടൺ ആണ്, ഇപ്പോൾ ഒരു MLA ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇലക്ഷനിലാണ് മത്സരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ലോക്സഭാ ഇലക്ഷനിലാണ് മത്സരിക്കുന്നതെങ്കിൽ
ആ ഒരു ടേം പൂർത്തിയാക്കുന്നത് വരെ അദ്ദേഹം ജീവിച്ചിരിക്കാൻ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം അനുവദിക്കുകയില്ല എന്ന് ഉറപ്പുള്ള ഘട്ടത്തിൽ പ്രവർത്തകർ നിരന്തരം, ഇപ്പോഴും അത്തരം സാഹചര്യങ്ങളുണ്ട്, പ്രവർത്തകർ നിരന്തരം ആവശ്യപ്പെടുമ്പോഴും അത്തരം ആളുകൾ വീണ്ടും മത്സരിക്കുകയും എന്നിട്ട് ഉപതെരഞ്ഞെടുപ്പുകൾ വരികയൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ MP-മാരായിരിക്കുന്നവർ അസംബ്ലി ഇലക്ഷനിൽ മത്സരിക്കുക, എന്നിട്ട് അതിൻ്റെ പേരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരിക. ഇത്തരത്തിലുള്ള ഒരു തെറ്റായ രാഷ്ട്രീയ സംസ്കാരം ഇവിടെ നിന്ന് തുടച്ചു നീക്കപ്പെടേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നത് അതിന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, നിലവിലെ ഒരു MP അസംബ്ലി ഇലക്ഷനിൽ മത്സരിക്കുകയാണെങ്കിൽ പാർട്ടി നോക്കാതെ, അത് ഏത് പാർട്ടിയിൽ നിന്നാണെങ്കിലും അവരെ പരാജയപ്പെടുത്തണം. ജനങ്ങൾ അവരെ നിലവിലെ MLA MP സ്ഥാനത്തേക്ക് മത്സരിക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ, അതായത് ഒരു ബൈ ഇലക്ഷന് ഈ ഒരാൾ നിലവിലുള്ളൊരു MLA ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതോ അല്ലെങ്കിൽ നിലവിലെ ഒരു MP ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതും ഒക്കെ ഒരു ബൈ ഇലക്ഷന് കാരണമാകുമെങ്കിൽ പാർട്ടി നോക്കാതെ, മറ്റ് രാഷ്ട്രീയ സാഹചര്യങ്ങൾ നോക്കാതെ ജനങ്ങൾ അവരെ പരാജയപ്പെടുത്തും. കാരണം ഈ ഉപതെരഞ്ഞെടുപ്പ് വലിയ ചിലവുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അൾട്ടിമേറ്റ്ലി ദാറ്റ് മണി ഗോസ് ഫ്രം അവർ പോക്കറ്റ്സ്. അപ്പോൾ പലതരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തന ഫണ്ടും മറ്റും ഒക്കെ ആയിട്ട് എത്രയോ കോടിക്കണക്കിന് രൂപയാണ് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ, പ്രത്യേകിച്ച് ഉപതെരഞ്ഞെടുപ്പിലാകുമ്പോൾ വലിയ രീതിയിൽ പണം ഒഴുക്കപ്പെടും. അപ്പോൾ അത് ഒഴിവാക്കപ്പെടേണ്ടതാണ്. അത്തരം ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ബഹുമാനപ്പെട്ട VD സതീശൻ ഏറെക്കുറെ VM സുധീരനൊക്കെ പോലെ, VM സുധീരൻ കുറേ കാലമായി പാർലമെൻ്റ് രാഷ്ട്രീയ രംഗത്ത് നിന്ന് വിട്ടു നിൽക്കുകയാണ്. വളരെ നിർബന്ധിച്ച്, എനിക്ക് തോന്നുന്നു അദ്ദേഹം പിന്നീട് ഒരു ഘട്ടത്തിൽ KPCC അധ്യക്ഷനാകുന്നതൊക്കെ വളരെ നിർബന്ധിച്ച് അദ്ദേഹത്തെ ആ പദവിയിലേക്ക് കൊണ്ടുവന്നാണ്. അപ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിനകത്ത് നിന്നും ഇത്തരത്തിൽ വിരമിക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ അപൂർവമാണ്. അത്തരം ഒരു സാഹചര്യത്തിൽ VD സതീശൻ റിട്ടയർമെൻറ്റിനെ കുറിച്ച് സംസാരിക്കുന്നു, അത് മലയാള മനോരമ പ്രസിദ്ധീകരിക്കുന്നു എന്നുള്ളത് വളരെ നല്ല ഒരു രാഷ്ട്രീയ രംഗത്ത് നിന്നുള്ള ഒരു നല്ല സൂചനയാണ്. യുവാക്കൾക്കും മറ്റും അവസരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. ഒരാൾ അധികാരത്തിൽ MLAയോ MPയോ മന്ത്രിയൊക്കെ ആയാൽ, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രി ആയാൽ, ജീവിച്ചിരിക്കുന്ന കാലം അത്രയും ആ പാർട്ടിക്കോ മുന്നണിക്കോ അവസരം ലഭിക്കുമ്പോൾ, അവരുൾപ്പെടുന്ന പാർട്ടിക്കും മുന്നണിക്കും അവസരം ലഭിക്കുമ്പോൾ അവർക്ക് തന്നെ മുഖ്യമന്ത്രിയാകണം, അവർക്ക് തന്നെ വീണ്ടും പ്രധാനമന്ത്രിയാകണം, അവർക്ക് തന്നെ വീണ്ടും ഈ പദവിയിലേക്ക് വരണം എന്നവർ ആഗ്രഹിക്കുന്നത് ഒരു ജനാധിപത്യ സംവിധാനത്തിനകത്ത് ശരിയല്ല. കഴിവുള്ള ധാരാളം ആളുകളുണ്ട്, എല്ലാ പാർട്ടികളിലുമുണ്ട്. അത്തരം ആളുകൾക്ക് അവസരം ലഭിക്കേണ്ടതുണ്ട്. VD സതീശൻ്റെ ഈ അഭിമുഖം എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും വായിക്കണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു.